ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു മിറർ മൊസൈക്ക് ആർട്ട് ചെയ്ത് നോക്കിയാലോ. ഈ മൊസൈക്ക് ആർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ബേസാണ്. ഞാൻ ബേസിനായിട്ട് എടുത്തിട്ടുള്ളത് MDF ബോർഡാണ്. നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് അത്യാവശ്യം വലിയൊരു സൈസാണ്, 24 ഇഞ്ചിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനൊരു മിറർ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇത് നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ ഒരു കടയിൽ പോയിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ സെൻറ്ററിൽ വെക്കാനായിട്ടാണ് എടുത്തത്. സെൻറ്ററിൽ ഇങ്ങനെ മിറർ വെക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ ഡിസൈനിൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് സിമെൻ്റ് ആണ്. വൈറ്റ് സിമെൻറ്റിന് പകരം നമുക്ക് വാൾപുട്ടി അല്ലെങ്കിൽ മാർബിൾ പൗഡർ ഉണ്ട്, ഇത് ഉപയോഗിക്കാം. വൈറ്റ് സിമെൻറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഇനി വേണ്ടത് മിറേഴ്സാണ്. മിറേഴ്സ് നമുക്ക് ഏത് ഷേപ്പിലും ഏത് വലിപ്പത്തിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പെയിൻ്റാണ്, ആക്രിലിക് പെയിൻ്റാണ് വേണ്ടത്. പിന്നെ ഗ്ലൂ വേണം. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ MDF ബോർഡിൽ നമുക്കൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഏത് ഡിസൈൻ വേണമെങ്കിലും വരക്കാം. ഞാനിവിടെ ഒരു പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു MDF ബോർഡിൻ്റെ അതേ ഷേപ്പിൽ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഞാൻ നമ്മുടെ ഈ MDF ബോർഡിൻ്റെ അതേ ഷേപ്പിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ രണ്ടായിട്ട് മടക്കുകയാണ്. എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ടായാലും ചെയ്യാം, ഇതേപോലെ ചെയ്യണമെന്നുള്ളത് ഞാനൊരു ഈസി മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പേപ്പർ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഡിസൈനെല്ലാം വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ഞാൻ ലൈൻസ് എല്ലാം അടയാളപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ലൈൻസ് അടയാളപ്പെടുത്തി ഈസിയാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ സെൻറ്ററിൽ നമ്മുടെ മിറർ വെച്ചിട്ട് അതൊന്ന് ഗ്ലൂ വെച്ച് നമ്മളത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിറേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഈ മിറേഴ്സ് നമുക്ക് പല ഷേപ്പിൽ കിട്ടും. ഡയമണ്ട്, റൗണ്ട്, സ്ക്വയർ, പിന്നെ അതുപോലെ സ്റ്റാർ, അങ്ങനെ പല ഷേപ്പിൽ നമുക്ക് ഈ മിറേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ മിറേഴ്സ് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അതൊരു പാക്കറ്റിലായിട്ടാണ് വാങ്ങിച്ചത്. ആ പാക്കറ്റിൽ കുറേ ഷേപ്പുള്ള മിറേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ആ മിറേഴ്സ് എല്ലാം വളരെ ചെറിയ മിറേഴ്സും അതുപോലെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ 24 ഇഞ്ച് ബോർഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മിറേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾ അടുത്തുള്ളൊരു കട ഉണ്ട്. ആ കടയിൽ പോയിട്ടാണ് അത് കുറച്ച് 3-4 ഷേപ്പുകൾ മാത്രം കുറച്ചധികം ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടാണ് ഇതിൽ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ബോർഡ് എത്ര ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മിറേഴ്സ് വാങ്ങിക്കാനായിട്ട്. ഇതിൻ്റെ ഡിസൈൻ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ള മിറേഴ്സ് വെച്ചിട്ട് ഞാനിത് ചെയ്തതേ ഉള്ളൂ. ഇത് ഞാൻ കുറച്ച് സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് നമുക്ക് വൈറ്റ് സിമൻറ്റ് അല്ലെങ്കിൽ വാൾപുട്ടി അല്ലെങ്കിൽ മാർബിൾ പൗഡർ, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ഇതിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ വൈറ്റ് സിമൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വൈറ്റ് സിമൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഗ്ലൂ ആണ്. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ നമുക്കൊരു 2-3 സ്പൂണ് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് സിമൻറ്റ് നമ്മൾ എത്ര എടുക്കണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഗ്ലൂ ആഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഫെവിക്കോളിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. നല്ല കട്ടയില്ലാതെ നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കാം. പെയിൻറ്റ് ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം.
ഞാൻ സത്യത്തിൽ ഗ്രീനാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഗ്രീനും ബ്ലൂവും വെച്ചിട്ട് ഒരു കളറാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. സത്യത്തിൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് വന്ന അബദ്ധങ്ങളും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ സത്യത്തിൽ ഞാനൊരു ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത്, പക്ഷെ എനിക്ക് എന്തോ ആ കളർ വലിയ ഇഷ്ടപ്പെട്ടില്ല. വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറായിട്ട് വന്ന്. പിന്നെ ഞാൻ അതിൽ കൂടെ എന്ത് ചെയ്ത് കുറേ ഓറഞ്ചൊക്കെ ആഡ് ചെയ്ത് റെഡും ഒക്കെ ആഡ് ചെയ്തിട്ട് ഇത് വേറൊരു കളറായി മാറി. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. സത്യത്തിൽ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കുറച്ച് എടുത്തിട്ട് കളർ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് നമ്മൾ വിചാരിച്ച് അതേ കളർ വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ചെയ്ത പോലെ കുറേ പെയിൻറ്റ് നമുക്ക് വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഓരോ അബദ്ധങ്ങളിൽ നിന്നാണല്ലോ ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് വന്ന അബദ്ധം നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ ഏതിൽ കളർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ആ കളർ വരുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാം. അപ്പോൾ ഇതേപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനിനി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതെടുത്ത് ഡയറക്റ്റ് തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഗ്ലൗസ് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ മിററിൻ്റെ മുകളിലൂടെ ചെയ്യാം. നമുക്ക് മിറർ കേടാവുന്നൊന്നും വിചാരിക്കേണ്ട. അതൊരു കുഴപ്പവും പറ്റില്ല. നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ നന്നായിട്ടത് എല്ലായിടത്തേക്കും തേച്ച് കൊടുക്കുക. അതുപോലെ നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണം. ഒരേ ലെവലിലായിരിക്കണം. അങ്ങനെ ഒരു ഭാഗത്ത് നല്ല കട്ടിയും ഒരു ഭാഗത്ത് കട്ടി കുറച്ചിട്ട് അങ്ങനെ ആവരുത്. എല്ലായിടത്തും ഒരേ ലെവലിൽ ചെയ്യാൻ നോക്കണം. പിന്നെ ഇത് വൈറ്റ് സിമൻ്റ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ നോക്കുക. എല്ലായിടത്തും കവറായതിന് ശേഷം ഇത് ഡ്രൈ ചെയ്യാൻ വയ്ക്കുക. നന്നായി ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ടിഷ്യൂ അല്ലെങ്കിൽ ക്ലോത്ത് ആയാലും കുഴപ്പമില്ല. ക്ലോത്ത് വെച്ചിട്ടായാലും നമുക്കിത് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ഓരോ ഗ്ലാസ്സുമ്മലും ആ ചെറിയ ഗ്ലാസ്സുമ്മത്തത് ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ പേസ്റ്റ് ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ ആ സെൻറ്ററിലെ മിറർ വേണമെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്താൽ ആ സെൻട്രൽ മിററിലൊന്നും അധികം ആവാതെ പറ്റും. പക്ഷെ ഇത് കുഴപ്പമില്ല. നമുക്ക് ഈ എന്തെങ്കിലും പേപ്പറൊക്കെ വെച്ച് തുടക്കുമ്പോൾ നന്നായിട്ട് വിട്ടു പോരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മിറർ മൊസൈക്ക് ആർട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും വേണ്ടത് ക്ഷമയാണ്. കാരണം നമ്മൾ ആ മിററൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവണം അത് ക്ഷമയോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്യുമ്പോൾ കുറച്ച് വലിയ ഒരു ഇതിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ക്രാഫ്റ്റ് വണ്ടേഴ്സ് ലിജി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പേജ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ.